പരാതികളും പ്രതിഷേധങ്ങളും നിരവധി തവണ ഉണ്ടായിട്ടും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാൻ ഇതുവരെയും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വാഹന പാർക്കിങ്ങിനായി സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ 20 ഏക്കർ പൊന്നിക്കവല റോഡിന് ഇരുവശത്തുമാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് വലിയ ഗതാഗതക്കുരുക്കിനാണ് ഇടയാക്കുന്നത്. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കും ഉണ്ടാകാറുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ 20 ഏക്കർ പൊന്നിക്കവല റോഡിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാമെന്ന വാഗ്ദാനം വർഷങ്ങളായി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നടപടിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും തുടരുന്ന ഗതാഗത തടസ്സം. ഇടാതെ ഉമ്മ എങ്ങനെയും ഇട്ടിട്ട് പോകും. ഹോസ്പിറ്റലൊക്കെ വരുന്നവര് ഒരു സൈഡിൽ ഇടുക, അതുപോലെ ഒതുക്കി ഇടാൻ ഗതാഗതക്കുരുക്കുണ്ടായപ്പോ പിന്നെ ആൾക്കാര് അർജന്റ് പോകുന്നവർക്ക് ഭയങ്കര തടസ്സം. വിഷയം നിരവധി തവണ നഗരസഭാ അധികൃതർ മുൻപാകെ എത്തിയെങ്കിലും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന വാഗ്ദാനം മാത്രമായി ഒതുങ്ങുകയാണ്. ചില സമയങ്ങളിൽ ഈ റോഡിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ സമയം നീളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്കും എല്ലാം പരാതി കൊടുക്കാം. ഈ ആശുപത്രി ചുമ്മാ വണ്ടിയിലൊന്നും ആളില്ല, വണ്ടി ചുമ്മാ വഴിയിലിട്ടേച്ച് പോയേക്കുക. 6 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇപ്പൊ താനൂരിൽ പോയിച്ചു വന്നത്. താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലമുണ്ടെങ്കിലും ഇത് വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. എല്ലാ മുനിസിപ്പാലിറ്റികളിൽ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ആൾക്കാർ വരുന്നുണ്ട്, എടുക്കുന്നുണ്ടെന്നുള്ളത് വെച്ചാൽ ഈ യാത്രക്കാരുടെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ താഴെ നമ്മുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തി ഇഷ്ടംപോലെ പാർക്കിങ്ങിനുള്ള പ്ലേസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സെക്യൂരിറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടോ ഈ വാഹനങ്ങൾ മാറ്റി ക്രമീകരിക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ചെയ്യുന്നില്ല. 20 ഏക്കർ പൊന്നിക്കവല കക്കാട്ടുകട പ്രധാന ബൈപ്പാസ് റോഡാണ് ആശുപത്രിക്ക് മുൻപിലൂടെ കടന്നു പോകുന്നത്. നിരവധി സ്വകാര്യ വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങൾ, വലിയ ഭാരവാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നതാണ്. ആശുപത്രി എത്തുന്ന ആളുകൾ റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. കട്ടപ്പന നഗരസഭ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് ഈ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുന്നതിനുള്ള കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.